എല്ലാവർക്കും ലിസ്സുവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലിസി. നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു കുഞ്ഞുടുപ്പാണ്. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ ഉടുപ്പ് തയ്ക്കുന്നത്. നമുക്ക് ഈ ഉടുപ്പ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ മുകളിലത്തെ പാർട്ടാണ് എടുക്കുന്നത്. അതിലൊരു 2 പീസ് തുണിയാണ് ഇതുള്ളത്. അത് 2ആയിട്ട് മടക്കി തിരിച്ച് പിന്നെ ഒന്നും കൂടെ 4ആയിട്ട് മടക്കുക. അത് അതിനത്ര തൊഴിലൊന്നുമില്ല, ഒരു 5 ഇഞ്ചൊക്കെ വീതി നീളത്തിലുള്ള തുണി എടുത്താൽ മതി. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം കഴുത്ത് നമുക്ക് അടയാളപ്പെടുത്താം. കഴുത്ത് ഒരു 1.5 ഇഞ്ച് കഴുത്ത് മതി. 1.5 ഇഞ്ച് കഴുത്ത് സൈഡിലേക്കും താഴേക്കും 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ടതൊരു ബോക്സ് പോലെ ആക്കാം. എന്നിട്ട് നമുക്ക് യു ആയിട്ട് വട്ടക്കഴുത്തിലായിട്ട് അങ്ങനെ നമ്മൾക്ക് വരച്ചെടുക്കും. അതിന് ശേഷം പുറത്തേക്ക് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ചുറ്റും വട്ടത്തിൽ തന്നെ മാർക്കിനനുസരിച്ച് 2.5 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തിയെടുക്കും. അങ്ങനെ 2 മാർക്കുകളും കൂട്ടിയോജിപ്പിച്ച് അത് വെട്ടിയെടുക്കാം. ഇനി അത് വിടുത്ത് വെക്കാം. വിടുത്ത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് അടിക്കാം. അതിൻ്റെ തുമ്പ് ഒളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിക്കുന്നത്. അങ്ങനെ രണ്ട് സൈഡിൽ കൂടെ കഴുത്തിൻ്റെ അവിടെ അടിക്കണം. വട്ടത്തിലുള്ള ഭാഗവും 2 ഭാഗവും അങ്ങനെ അടിക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഭാഗം ബാക്ക് വശം നമുക്ക് ഓപ്പൺ ഇടുക. എന്നിട്ട് ബാക്ക് വശം ഓപ്പൺ ഇടുമ്പോൾ അതിലൂടെ നമുക്ക് മറിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മളെ 2 സൈഡും നമ്മൾ അടിച്ചിട്ടുണ്ട്. കഴുത്തിൻ്റെ ഭാഗവും അടിയിലത്തെ ഭാഗവും റൗണ്ട് ചെയ്തടിച്ചു. ഇനി അത് നമുക്ക് മറിച്ചെടുക്കേണ്ടിയുണ്ട്. മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് നമ്മളങ്ങ് ഓപ്പൺ ആക്കുന്ന ഭാഗമാണ് ബാക്കിലായിട്ട് വരുന്നാൽ മതി. ഇനി മറിച്ചെടുക്കാം. എല്ലായിടത്തും ഓരോ വിട്ടു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കഴുത്തിൻ്റെ ആ വശത്തൂടെ മാത്രം പ്രസ് ചെയ്ത് അടിക്കുക. അടിഭാഗത്തൂടെ അടിക്കേണ്ട, അത് നമുക്ക് അടി പിടിപ്പിക്കുമ്പോൾ ചെയ്താൽ മതി. ഇനി നമ്മൾ അടിയിലത്തെ പോർഷനാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതെടുക്കുന്നതിന് നമ്മൾ 3 തട്ടായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അതിൽ ആദ്യത്തെ തട്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു 17 ഇഞ്ച് വീതിയും ഒരു 34 ഇഞ്ച് ഇറക്കവുമുള്ള 2 പീസ് നമ്മൾ മുറിച്ചെടുക്കുക. അത് ഒന്നല്ല, അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ, അങ്ങനെ 2 പീസ് നമ്മൾ മുറിച്ചെടുക്കുന്നു. 17 ഇഞ്ച് വീതിയും 17 2 34 എന്ന് വെച്ചാൽ 2ആയിട്ട് അതൊന്നും കൂടെ മടക്കേണ്ടതാണ്. ഒന്നും കൂടെ മടക്കുമ്പോൾ സമചതുരമായിട്ട് വരും. 17 ഇഞ്ച് നീളവും 17 ഇഞ്ച് വീതിയും വരും. ഇനി അത് താഴേക്ക് മടക്കുക. ഒപ്പം 2 പീസും കൂടെ ഒപ്പം മടക്കുക. ഇനി നമുക്കത് ക്രോസായിട്ട് ഒന്നുകൂടെ മടക്കാം. അങ്ങനെ ക്രോസായിട്ട് ഒന്ന് മടക്കുക. ആ ക്രോസായിട്ട് മടക്കുമ്പോൾ നമ്മൾ ഒരു വശം 17 അല്ലേ നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ആ 17 ഇഞ്ച് ഇറക്കം അവിടെ ഉണ്ടാവും. നമ്മൾ അംബ്രല്ല കട്ടിങ് എടുക്കുന്ന മാതിരി തന്നെ 17 ഇഞ്ച്. ആ 17 ഇഞ്ച് ക്രോസായിട്ട് ഓരോ ഭാഗത്തും അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ആ മാർക്കുകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം. ഇനി അപ്പം നമുക്ക് ആ വരച്ചതിലേ നമുക്ക് വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ മടക്കൊന്നും നൂർത്താതെ അങ്ങ് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു 3 ലെയറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് 17 ഇഞ്ച് ആണ് എടുത്തതെങ്കിൽ ഇനി നമുക്ക് 19 ഇഞ്ചിൻ്റെ ഇതുപോലെ തന്നെ 2 പീസ് എടുക്കണം. ഇതിൻ്റെ ഇറക്കം നോക്കുക, 19 ഇഞ്ച് ആയിരിക്കും. ഞാൻ നേരത്തെ അതുപോലെ കഷ്ണം മുറിച്ചെടുത്ത് വെച്ചതാണ്, കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 19 ഇഞ്ച് അത് മുമ്പ് ഇട്ട പോലെ തന്നെയാണ് ആ പീസ് ഇട്ടിരിക്കുന്നത്. 19 ഇഞ്ചിൻ്റെ നമ്മൾ പിന്നെ 19 2 38 നീളവും 19 ഇഞ്ച് വീതിയിലുമുള്ള 2 പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഇപ്പം മുമ്പേ കാണിച്ച പോലെ തന്നെ പിന്നെ ക്രോസായിട്ട് മടക്കിയിട്ടേക്കുന്നതാണ്. അങ്ങനെ 19 എല്ലായിടത്തും അടയാളപ്പെടുത്തി വെച്ച് ക്രോസായിട്ട് നമ്മൾ ആ പീസ് വെട്ടിയെടുക്കാം. അതും ഇനി മടക്ക് നൂർക്കാതെ അതുപോലെ തന്നെ എടുത്തങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി മൂന്നാമത്തെ ഇപ്പം നമ്മൾ 17 എടുത്തു, 19 എടുത്തു, ഇനിയുള്ളത് 21 ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പീസാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ പീസിന് നമ്മളിപ്പോൾ 21 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ മുമ്പ് എടുത്ത പോലെ തന്നെയാണ് മടക്കിയിടുന്നത്. 4ആയിട്ട് മടക്കിയിട്ട് ക്രോസായിട്ട് ഇടുക. ക്രോസായിട്ട് ഇട്ടിട്ട് ആ 21 ഇഞ്ച് നമ്മൾ എല്ലാ വശത്തും ഒരേപോലെ 21 അടയാളപ്പെടുത്തി വരച്ചെടുക്കാം. അവിടെ 21 ഉണ്ട്. ഇനി എല്ലായിടത്തും ആ 21 വെച്ചിട്ട് അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ ഇപ്പോൾ എടുത്തു വെച്ച 3 പീസും കൂടെ ഒരേപോലെ വെക്കുക. നമ്മളങ്ങനെ 3 പീസും കൂടെ ഒരേപോലെ വെച്ചിരിക്കുകയാണ്. വെച്ചിട്ട് ഇനി നമ്മളതിൻ്റെ ഞൂറി ഇടുന്ന ഭാഗമാണ് നമ്മൾ വെട്ടുന്നത്. ഒരു 5 ഇഞ്ച് താഴെയോട്ട് അടയാളപ്പെടുത്താം. അത് റൗണ്ടിൽ തന്നെ 5 നമ്മൾ അടിഭാഗം എടുത്ത പോലെ തന്നെ 5 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് വരച്ചിരിക്കുന്നതിൽ വെട്ടിയെടുക്കാം. നമ്മൾ ഇനി ലൈനിങ് ആണ് എടുക്കുന്നത്. ലൈനിങ്ങിനും ആദ്യം എടുത്തിരുന്ന പോലെ തന്നെ 2 പീസ് എടുക്കുക. 2 പീസിൽ നമ്മൾ ആദ്യം ഇറക്കം 21 ആയിരുന്നല്ലോ ഏറ്റവും അടിയിലത്തെ തട്ടിനുണ്ടായിരുന്നത്. അപ്പോൾ 21-നേക്കാളും ഒന്നുകൂടെ കുറച്ചൊരു 20 ഇഞ്ച് പിന്നെ വണ്ണവും 20 ഇഞ്ച് ഇറക്കത്തിലും ആണ് എടുത്തേക്കുന്നത്. 20 ഇറക്കം എന്ന് പറയുന്നത് 2 മടക്ക് വരുന്നതുകൊണ്ട് 40 വരും. 40 ഇഞ്ച് ഇറക്കവും 20 ഇഞ്ച് വീതി. അപ്പോൾ ഇപ്പം ഒരു 2ആയിട്ട് മടക്കിയിട്ടപ്പം അത് സ്ക്വയറായിട്ട് വന്നു. ഇനി നമുക്കത് ക്രോസായിട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രോസായിട്ടിട്ട് നമുക്ക് ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കാം. ഇനി 20 ഇഞ്ച് ഇറക്കത്തിൽ പിന്നെ നമ്മൾ അടിഭാഗം അടയാളപ്പെടുത്തിയിട്ട് വേണം വെട്ടാനായിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലത്തെ പോർഷൻ വരുന്നത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഞൂറിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടിയില്ലായിരുന്നോ, അതുപോലെ തന്നെ എല്ലാത്തിനും ഒരേ പിന്നെ അകലം വരണം. അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ച് അതുപോലെ തന്നെ വെട്ടിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ 4 പീസും, ഒന്ന് ലൈനിങ്, ബാക്കിയുള്ള മുകളിൽ വെക്കുന്ന ആ പീസുകളും എല്ലാം 2 പീസും ഇതുമായിരുന്നല്ലോ, ആ 2 പീസ് തമ്മിൽ കൂട്ടി അടിച്ചു വെച്ചിരിക്കുകയാണിത്. അതിന് ആദ്യം ലൈനിങ് ഇങ്ങനെ ഇടുക. അതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ഏറ്റവും ഇറക്കം കൂടിയത് നമ്മൾ 21 എടുത്തില്ലായിരുന്നോ, ആ പീസ് ഇടുക. അത് ഇടുമ്പം അടിപ്പ് വരുന്ന എല്ലാത്തിൻ്റെയും കൂടെ ഒരേ വശത്തേക്ക് എടുക്കുക. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് 2ാമത്തെ സ്റ്റെപ്പ് വരുന്ന ഭാഗം ഇടുക. അത് അടിപ്പുള്ള ഭാഗം അകത്തേക്കായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെക്കാം. ഇനി അടുത്ത 3ാമത്തേതും വെക്കുക. അപ്പം എല്ലാത്തിൻ്റെ അടുപ്പുള്ള വശം ഒരിടത്തായിട്ട് വന്നു. ഇനി നമുക്ക് അതിൻ്റെ എല്ലാം കൂടെ ഒരുപോലെ വെച്ചിട്ട്, എല്ലാത്തിൻ്റെയും കഴുത്തൊക്കെ നമ്മൾ ഒരേപോലെയല്ലേ നമ്മൾ വെട്ടിയിരുന്നത്, എല്ലാ പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്നങ്ങ് അടിക്കുക. റൗണ്ടിൽ അങ്ങനെ അങ്ങോട്ട് ഒന്നടിക്കുക. എന്നാന്ന് ചോദിച്ചാൽ അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പീസ് ഇപ്പം 3-4 ഒരുമിച്ചുള്ളതും അതുപോലെ നെറ്റ് ആയതുകൊണ്ടും നമുക്ക് ചിലപ്പം ഞൂറിയൊക്കെ ഇടാൻ സമയത്ത് അത് പിടിക്കാതെ വരും, കാണാതെ വരും. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു അടിപ്പടിക്കുക. നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ സെൻറ്റർ 4 പീസും കൂടെ കൂട്ടി വെച്ചിട്ട് ഒരേ ഒപ്പം എടുത്ത് വെച്ചിട്ട് അങ്ങനെ അടിച്ചെടുത്തിരിക്കുക.
ഇനി നമുക്ക് ഇപ്പോൾ കണ്ടോ അത് 4 പീസും ഇങ്ങനെ വെവ്വേറെ കിടക്കും. ഉടുപ്പിൻ്റെ അടിഭാഗം നന്നായിട്ട് പറന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈഡ് തമ്മിൽ കൂട്ടി എല്ലാ പീസും കൂടെ സൈഡ് തമ്മിൽ കൂട്ടി പിടിപ്പിക്കാതെ ഓരോന്നും സൈഡ് തമ്മിൽ കൂട്ടി പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നല്ല പറന്ന് അടിഭാഗം കൊണ്ടൊക്കെ നന്നായി പറന്ന് നിന്നോളും. ഇനി നമുക്കിതിന് കൈക്കുഴിക്ക് കുറച്ച് ഭാഗമൊന്നും മുറിക്കേണ്ടിയുണ്ട്. നമ്മൾ സൈഡ് 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ അടുപ്പ് വന്നിരിക്കുന്ന ആ ഭാഗത്ത് നമ്മളൊരു 2 ഇഞ്ച് താഴോട്ടും ഒരു 1.5 ഇഞ്ച് സൈഡിലേക്കും മാർക്ക് ചെയ്യാം. താഴോട്ട് 2 ഇഞ്ചും സൈഡിലേക്ക് 1.5 ഇഞ്ചും. എന്നിട്ട് ആ പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. നേരെ യോജിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല, നേരെ വന്നാലും കുഴപ്പമില്ല. അങ്ങനെ അപ്പോൾ നമുക്കതിനെ ആ ഭാഗം അങ്ങോട്ട് വെട്ടിക്കളയണം. നമ്മൾ അങ്ങനെ അവിടെ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടിയത് ഇപ്പം ഈ എടുത്തിരിക്കുന്ന അതിൽ നമ്മൾ മോൾ ഭാഗത്ത് ഞൊറിയിടണം. എടുത്ത് വെച്ചിട്ട് 2 ഭാഗത്തും ആയിട്ട് ഞൊറിയിട്ട് കൊടുക്കാം. നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ആ വെട്ടിയ ഭാഗം നമുക്ക് അതിൻ്റെ തുമ്പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസായിട്ട് ഒരു ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് നമുക്ക് അവിടെ അങ്ങോട്ട് തുമ്പൊളിച്ച് തയ്ക്കാം. ക്രോസ് പീസിന് വേണ്ടിയിട്ട് നമുക്കൊരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം. അത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വെട്ടിക്കളഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് ക്രോസ് പീസ് എടുത്തിരിക്കുന്ന അത് നമ്മൾ തുണിയുടെ അടിയിലത്തെ പീസിൻ്റെ നല്ല വശത്തേക്ക് ഇങ്ങനെ ക്രോസായിട്ട് കൊടുക്കുക. സൈഡ് ചേർത്തൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുക. പിന്നെ മറിച്ച് അങ്ങോട്ട് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി അടിച്ച് ഉള്ളിലേക്ക് മടക്കിയടിക്കുക. നമ്മളതിൻ്റെ സൈഡ് അടിച്ചു കഴിഞ്ഞു, മറിച്ചെടുത്തു. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം നമുക്ക് ബാക്കിലേക്കാണ് വരേണ്ടത്. മറ്റുള്ള ഭാഗം മറ്റതിൻ്റെ സെൻറ്റർ ഒരേപോലെ വെച്ച് സെൻറ്റർ നമുക്ക് അടയാളപ്പെടുത്താം. നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ട് 4ആയിട്ട് മടക്കിയിട്ടുമ്പം മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അതെല്ലാ പീസയിലും 4 പീസയിലും നമുക്ക് അടയാളപ്പെടുത്താം. എന്നാലേ അടിയിലത്തെ പീസയിലേക്ക് നമ്മൾ വെക്കുമ്പോൾ ഒരേപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇനി അതെടുത്തിട്ട് മറ്റേ പീസിൻ്റെ ഫ്രണ്ടിലത്തെ പീസിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ആ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒപ്പം വെച്ച് 2 സൈഡിലേക്കുമായിട്ട് അടിക്കാം. അപ്പോൾ അവിടെ വെക്കുമ്പം ഞൊറി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കുറച്ചുകൂടെ ഞൊറി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അവിടെ കുറച്ച് കൂടുതൽ ഭാഗമുള്ളത് അവിടെ നമുക്ക് ഒന്നും കൂടെ ഞൊറി ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് അടിക്കേണ്ടത്. നമ്മൾ അടിയിലത്തെ പാർട്ടും മുകളിലത്തെ പാർട്ടും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടിയത് ബാക്കിൽ ഒരു ഓപ്പൺ കൊടുക്കുകയാണ്. ചെറിയ കുട്ടിയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇടാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഓപ്പൺ കൊടുക്കാൻ പോവുകയാണ്. അതിൽ കുറച്ചിങ്ങോട്ട് മുറിച്ചിട്ട് നമ്മൾ പടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മളവിടെ തുറപ്പ് കൊടുത്തു. ഇനി നമുക്ക് ആ തുറപ്പിൻ്റെ തുമ്പ് പൊളിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പടി വെച്ച് കൊടുക്കാം. പടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ വീതിയിൽ നമുക്ക് 2 മടക്കായിട്ട് തുണി എടുക്കാം. ഡബിൾ പടിയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാലും നമുക്ക് ബട്ടൺസ് വെക്കാം, അതാണ് കുറച്ചുകൂടെ ഭംഗി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഡബിൾ പടിയായിട്ട് വെക്കാം. ഡബിൾ പടിക്ക് ഉള്ള തുണി ഒരു 1.5 ഇഞ്ചൊക്കെ വീതിയിൽ അപ്പം ഡബിൾ പടിക്കുള്ള ഇതായി. ഇനി നമുക്കത് വെക്കാം. നമുക്ക് അതിൻ്റെ പടി പിടിപ്പിക്കാം. ഡബിൾ പടിയാണ്. നമ്മൾ ആദ്യം പടിയുടെ മുകളിലത്തെ ഭാഗം ഒന്ന് മടക്കിയിട്ട് സൈഡ് ചേർത്തൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് തിരിച്ച് പടി ഇങ്ങനെ വരണം. അപ്പം ഡബിൾ പടി എന്ന് പറയുമ്പം ഡബിൾ പടി പുറത്തേക്കാണ്, നമ്മൾ തുണിയേക്കാളും പുറത്തേക്കാണ് ഡബിൾ പടി വരുന്നത്. അങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ 2 സൈഡിലും ഒരുപോലെ വരുവാകുമ്പോൾ നമുക്ക് ബട്ടൺസ് കൊടുക്കാനായിട്ട് ഭംഗിയായിരിക്കും. ഇപ്പം നമ്മൾ തയ്ച്ചിരിക്കുന്ന 2 സൈഡിലേക്കും ഡബിൾ പടി മാതിരി മുമ്പോട്ടാണ്, തുമ്പിൽ നിന്ന് മുമ്പോട്ടാണ് ആ പടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വശത്തെ പടി നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ ആ പടി നമ്മൾ കാണിയല.
അത് സിംഗിൾ പടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മടക്കി കൊടുക്കുക. മറ്റേ പടിയുടെ മുകളിലേക്ക് ഈ പടിയിൽ ബട്ടൺസ് എന്താ കൊടുക്കുന്നത് അതിൻ്റെ മുകളിലേക്കാണ് ആ പടി കയറി വരികയും ചെയ്യേണ്ടത്. ഇത്രേ ഉള്ളൂ. മറ്റേത് തുണിയിലെ കാണാതെ വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ കടലാസയിൽ ഇങ്ങനെ കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പണിയുള്ളത് നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഓവർലോക്ക് ചെയ്യുക ചെയ്യുന്നത്. ഓവർലോക്ക് ചെയ്യുക, ചെറുതായിട്ട് വീതി കുറച്ച് അടിക്കുക ചെയ്യും. പക്ഷേ ഓവർലോക്ക് ചെയ്യുകയാണ് ഭംഗി. നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ എത്ര പീസ് വരും? 1, 2, 3 എണ്ണവും പിന്നെ അടിയിലത്തെ ലൈനിങ്ങും 4 പീസും നമുക്ക് അടി ഓവർലോക്ക് ചെയ്യാം. ഓവർലോക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഉടുപ്പ് തയ്ച്ചു കഴിഞ്ഞു. ഉടുപ്പിൽ നമ്മൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഉടുപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് തയ്ച്ചു നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തുക. അപ്പോഴേ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.